Dear students, നമുക്ക് exercise 7 നോക്കാം. Given a sequence n of real numbers and a point A belongs to R, show that the following are equivalent. First one, convergence of a sequence. For every epsilon greater than 0, there exists an n belongs to n such that whenever n greater than or equal to n, it follows that mod a n minus a less than epsilon. ഇത് നമ്മൾ പഠിച്ചിട്ടുള്ള definition ആണ് convergence of a sequence. Second one, convergence of a sequence topological version ആണ്. Given any epsilon neighborhood p epsilon of a, there exists a point in the sequence after which all the terms are in v epsilon of a. ഇത് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഒരു സ്റ്റേജിന് ശേഷമുള്ള എല്ലാ ആൾക്കാരും എയുടെ എപ്സിലോൺ നൈബർഹുഡിൽ കിടക്കും. ഇതാണ് ടോപ്പോളജിക്കൽ വേർഷൻ. Then C, every epsilon neighborhood of A contains all but a finite number of the terms of an. എയുടെ എപ്സിലോൺ നൈബർഹുഡിൽ സീക്വൻസ് an-ന്റെ ഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ് ഒഴികെ ബാക്കി എല്ലാവരും ഈ നൈബർഹുഡിൽ കിടക്കുമെന്നാണ് തേർഡ് വൺ പറയുന്നത്. അപ്പോൾ നമുക്ക് ഇക്വലൻസ് റിലേഷൻ ആണ്. അപ്പോൾ ഫസ്റ്റ് വൺ അസ്യൂം ചെയ്യുന്നു, സെക്കൻഡ് വൺ പ്രൂവ് ചെയ്യുന്നു, സെക്കൻഡ് വൺ അസ്യൂം ചെയ്യുന്നു, തേർഡ് വൺ പ്രൂവ് ചെയ്യുന്നു, തേർഡ് വൺ അസ്യൂം ചെയ്യുന്നു, ഫസ്റ്റ് വൺ പ്രൂവ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പം നമുക്ക് എ നമുക്കുണ്ട്, നമ്മുടെ സാധാരണ കൺവേർജൻസ്. നമുക്ക് അതിൻ്റെ ടോപ്പോളജിക്കൽ വേർഷനിലേക്ക് പോകാം. Let v epsilon of A be an arbitrary epsilon neighborhood of A. Then by definition, അതായത് A പാർട്ടിൽ there exists n belongs to n such that for all n greater than or equal to n, mod an minus a less than epsilon. നമുക്ക് ഡെഫിനിഷൻ ആണ്. അപ്പം n-ന് ശേഷമുള്ള n greater than or equal to capital N, അതിനുശേഷമുള്ള എല്ലാ ആൾക്കാരും ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. മോഡ് എ എൻ മൈനസ് എ ഈസ് ലെസ് ദാൻ എപ്സിലോൺ. അതായത് എ എൻ പ്ലസ് 1, എ എൻ പ്ലസ് 2 എക്സെട്ര, അതെല്ലാം മോഡ് എ എൻ മൈനസ് എ ലെസ് ദാൻ എപ്സിലോൺ എന്ന് പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. എന്ന് പറഞ്ഞാൽ എയുടെ എപ്സിലോൺ നൈബർഹുഡിലാണ് എ എൻ പ്ലസ് 1 എക്സെട്ര കിടക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പറയാം this implies an belongs to v epsilon of a for all n greater than or equal to capital N. അതായത് an is a point in the sequence after which mod an minus a less than epsilon, which implies that an belongs to v epsilon of a. Then b implies C. B നമ്മുടെ ടോപ്പോളജിക്കൽ വേർഷൻ ആണ്. ഞാൻ മുമ്പ് പറഞ്ഞു, ഒരു സ്റ്റേജിന് ശേഷമുള്ള എല്ലാ ആൾക്കാരും വി എപ്സിലോൺ ഓഫ് എ എന്ന് പറയുന്ന ആ സെറ്റിൽ കിടക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് തേർഡ് വൺ പറയാം, ഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ് ഓഫ് എൻസ് ഒഴികെ ബാക്കി എല്ലാ ആൾക്കാരും ഈ എപ്സിലോൺ നൈബർഹുഡിൽ ആയിരിക്കും. Proof, let v epsilon of a be an arbitrary epsilon neighborhood of a. Then by B part, there exists a point which will label as an in the sequence after which all the terms of an are in v epsilon of a. Therefore, n greater than or equal to n, an belongs to v epsilon of a. B part നമുക്ക് തന്നിട്ടുള്ളതാണ്. Hence the set of points in the sequence which are not in v epsilon of a is a subset of a1, a2, etc. a n minus 1. അപ്പോൾ നമുക്ക് സെക്കൻഡ് പാർട്ട് തരുന്നത് n greater than or equal to capital N-ന് ശേഷമുള്ള എല്ലാ ആൾക്കാരും v epsilon of a എന്ന് പറയുന്ന നൈബർഹുഡിലുണ്ട് എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഈ നൈബർഹുഡിൽ വരാതിരിക്കാനുള്ള ചാൻസ് ഉള്ളത് a1, a2, etc. a n minus 1 എന്ന് പറയുന്ന അത്രയും ടേംസിനാണ്. അപ്പോൾ ഈ ടേംസിൽ ഇതിൻ്റെ ഒരു സബ്സെറ്റ് നമ്മുടെ നൈബർഹുഡിൽ വി എപ്സിലോൺ ഓഫ് നൈബർഹുഡിൽ ഉണ്ടാകണമെന്നില്ല. ആൻഡ് ഈസ് ദെർഫോർ എ ഫൈനൈറ്റ് സെറ്റ്. അതായത് ഈ സെറ്റിൻ്റെ സബ്സെറ്റ് എപ്പോഴും ഒരു ഫൈനൈറ്റ് സെറ്റ് ആയിരിക്കും.
അതുകൊണ്ട് നമുക്ക് പറയാം therefore all but a finite number of terms of the sequence are in V epsilon of A. Then C implies A. C എന്ന് പറയുന്നത് നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തു, സീക്വൻസ് ANന്റെ ഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ് ഒഴികെ ബാക്കി എല്ലാ ആൾക്കാരും എയുടെ എപ്സിലോൺ നെയ്ബർഹുഡിൽ ഉണ്ടാവും. Let epsilon greater than 0 be arbitrary. Then by C, all but a finite number of terms of the sequence are in V epsilon of A. So there is a point an in the sequence such that if n greater than or equal to n, then an belongs to V epsilon of A. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ് ഒഴികെ ബാക്കി എല്ലാ ആൾക്കാരും V epsilon of A ഉണ്ട് എന്നാണ് നമുക്ക് തേർഡ് പാർട്ട് തരുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസിനെ മാറ്റി നിർത്തി അതിന് ശേഷമുള്ള എല്ലാ ആൾക്കാരും നമ്മുടെ ഈ V epsilon of A എന്ന് പറയുന്ന സെറ്റിലുണ്ട്. അപ്പോൾ നമുക്ക് an എന്ന് പറയുന്ന ഒരു പോയിന്റിനെ കണ്ടുപിടിക്കാൻ പറ്റും. if n greater than or equal to n, ആ ന്റെ ഇൻഡെക്സ് പാർട്ടായ n-നേക്കാട്ടിൽ കൂടുതലായിട്ട് വരുന്ന എല്ലാ nസും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എല്ലാ anസും നമ്മുടെ V epsilon of A എന്ന് പറയുന്ന നെയ്ബർഹുഡിൽ ഉണ്ടാവും. This implies that mod an minus A is less than epsilon for all n greater than or equal to n. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പാർട്ട് നമ്മൾ പ്രൂവ് ചെയ്യും. Then second exercise 8, uniqueness of limits. ഇത് നമ്മൾ വേറൊരു രീതിയിൽ പഠിച്ചിരുന്നു, എങ്കിലും നമുക്കതൊന്നുകൂടെ നോക്കാം. Prove that the limit of a sequence when it exists is unique. That is, if sequence an converges to A and also converges to B, then A equal to B. ഇത് ഞാൻ നേരത്തെ ഒരെണ്ണം പറഞ്ഞിരുന്നു, സീക്വൻസ് converges to L, then second L dash, then mod L minus L dash is less than epsilon എന്ന് പറയുന്ന ആ പ്രൂഫ് തന്നെ മതിയാകും ഇതിന്. ഇത് നിങ്ങൾ രണ്ടാമത് പഠിക്കണമെന്നില്ല, ഏകദേശം ഇതേ രീതിക്ക് തന്നെയാണിത്, അതുകൊണ്ട് അത് ലീവ് ചെയ്യാം. And then next is an exercise ആണ്. ഈ എക്സസൈസ് ഞാൻ ചെയ്യിച്ചിട്ടുണ്ടോ എന്ന് ഓർക്കുന്നില്ല, എങ്കിലും ജസ്റ്റ് പറഞ്ഞേക്കാം. നമ്മൾ ഒരു എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ബി ആർബിട്രറി ഗ്രേറ്റർ ദാൻ 0 ആർബിട്രറി ആയിട്ട് എടുക്കുന്നു. ദെൻ ആർക്കിമീഡിയൻ പ്രോപ്പർട്ടി വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഒരു n-നെ ചൂസ് ചെയ്യണം. ഈ n-നെ നമ്മൾ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഓപ്പറേഷൻ ചെയ്യുന്നത്. ഇത് ആക്ച്വലി ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ശേഷമേ ഈ n-നെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം മോഡ് 2n plus 1 by 5n plus 4 minus 2 by 5 ഞാൻ കൺസിഡർ ചെയ്യുന്നു. അത് കൺസിഡർ ചെയ്ത് നമ്മൾ അതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടും -3 by 25 plus 20. ഓക്കെ, അപ്പം ഞാൻ അതിനെ വീണ്ടും ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു n വേണം. നമുക്ക് ആർക്കിമീഡിയൻ പ്രോപ്പർട്ടിയിൽ നമുക്കറിയാം, ഏതൊരു നമ്പർ എടുത്താലും ഏതൊരു റിയൽ നമ്പർ എടുത്താലും അതിനേക്കാട്ടിൽ വലിയ ഒരു നാച്ചുറൽ നമ്പറിനെ കണ്ടെത്താൻ പറ്റും. അപ്പോൾ ഞാൻ ഇവിടുത്തെ ഈ n-നെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇവിടെ ഒരു 25n ഉണ്ട്, ഈ n ഈ എപ്സിലോണുമായിട്ട് കൺസിഡർ ചെയ്ത് ഒരു നമ്പർ എടുക്കുകയാണ്. അപ്പം ഇത് തന്നെ അങ്ങോട്ട് കൊണ്ടുപോയി ഇത് സിംപ്ലിഫൈ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ എനിക്ക് ഒരു n ഈക്വൽ ടു 3 minus 20 epsilon by 25 epsilon കിട്ടും. ദെൻ ഞാൻ അതിനേക്കാട്ടിൽ വലിയ ഒരു നമ്പർ n-നെ കൺസിഡർ ചെയ്യുന്നു. അങ്ങനെ എടുത്തു കഴിയുമ്പോൾ എനിക്ക് പറയാൻ പറ്റും ദിസ് ടേംസ് ഈസ് ലെസ് ദാൻ എപ്സിലോൺ. അപ്പോൾ ആദ്യം നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഇതാണ്. ഇതിന് ശേഷം ഇതിനകത്തുനിന്ന് n-നെ ഞാൻ കണ്ടുപിടിച്ചിട്ട് വേണം ഈ സ്റ്റെപ്പ് എഴുതാൻ, അല്ലാതെ നമുക്ക് ഡയറക്റ്റ് എഴുതാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു n എടുത്തു. ആ n എടുക്കുമ്പോൾ നമുക്ക് ദെൻ ആർക്കിമീഡിയൻ പ്രോപ്പർട്ടി വെച്ചിട്ട് ഇതിനെക്കാട്ടിൽ 3 by 25n plus 20 is less than epsilon എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നമ്മൾ മോഡ് എടുത്തു, again this one is less than epsilon.
അപ്പോൾ നമുക്കറിയാം mod an minus a is less than epsilon implies limit of an equal to a. അപ്പോൾ ഇവിടെ നമുക്ക് mod 2n plus 1 by 5n plus 4 minus 2 by 5 is less than epsilon. So limit 10 tends to infinity 2n plus 1 by 5n plus 4 equal to 2 by 5. Then second one ഇതേപോലെ തന്നെയാണ്. Given epsilon greater than 0 is arbitrary, then by Archimedean property we choose n belongs to n such that n greater than 2 epsilon. ഇത് നമ്മൾ ആർബിട്രറി ആയിട്ട് പറയുന്നുണ്ടെങ്കിലും എടുക്കുന്നത് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ mod 2n square by 2n square 2 ഇല്ല n square sorry n cube plus 3 minus 0 plus 0 ആയതുകൊണ്ട് നമ്മളിവിടെ കാണിച്ചിട്ടില്ല. ഇതിനെ ഞാൻ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ that one is less than or equal to 2n square by n cube, that one equal to 2 by n. അവിടുന്ന് ഞാൻ n-നെ ഞാൻ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ എനിക്ക് 2 by epsilon is less than n എന്ന് കിട്ടി. That is n greater than 2 by epsilon. ആ ടേം ആണ് കണ്ടി ഇവിടെ വന്നിട്ടുള്ളത്. Capital N greater than 2 by epsilon. അപ്പോൾ എപ്പോഴാണോ n greater than 2 by epsilon ആകുന്നത് then mod 2n square by n cube plus 3 minus 0 is less than epsilon. That is limit equal to 0 ആയിരിക്കും. ഓക്കെ, ഇത് നേരത്തെ കുറച്ച് സിമ്പിൾ ആണ്. Give an example of each state that the request is impossible for any that are impossible. Prove that. First one, a sequence with a finite number of ones that does not converge to 1. ഒരു ഇൻഫിനിറ്റ് സീക്വൻസ് ആണ്, അതിനകത്തുള്ള ഇൻഫിനിറ്റ് നമ്പർ ഓഫ് വൺസ് ഉണ്ട്, പക്ഷേ അത് 1ലേക്ക് കൺവേർട്ട് ചെയ്യില്ല. ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ വേറെ തന്നിരുന്നു, -1 raised to n എന്ന് പറയുന്ന സീക്വൻസ്. അപ്പോൾ നമുക്ക് 1 -1 1 -1 എക്സെട്ര പോകും. അങ്ങനെ പോകുമ്പോൾ 1ലേക്ക് കൺവേർട്ട് ചെയ്യില്ല, -1ലേക്ക് കൺവേർട്ട് ചെയ്യില്ല, പക്ഷേ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ടേംസ് അവിടെ ഉണ്ട്. എന്നാൽ ഇവിടെ തന്നിരിക്കുന്ന എക്സാമ്പിൾ എന്ന് പറയുന്നത് 1 2 1 3 1 4 1 5 1 6 എക്സെട്ര ആണ്. അപ്പോൾ ഇതിൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ടേംസ് ഉണ്ട്. എന്നാൽ ഇത് 1ലേക്ക് കൺവേർട്ട് ചെയ്യത്തില്ല. ഓക്കെ, the sequence 1 2 1 3 1 4 1 5 has infinitely many ones but is not bounded and therefore cannot converge to 1. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളോട് ബൗണ്ടഡ് ആയിട്ടുള്ള ഒരു സെറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ആദ്യം പറഞ്ഞ -1 raised to n എന്ന് പറയുന്ന ആ സെറ്റ് സീക്വൻസ് എഴുതാൻ പറ്റും. ഇനി നോട്ട് ബൗണ്ടഡ് ആണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് ഇത് എഴുതാനും പറ്റും. ഓക്കെ, അത് ഓർത്തിരിക്കാം. സെക്കൻഡ് വൺ, എ സീക്വൻസ് വിത്ത് ആൻ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് വൺസ് ദാറ്റ് കൺവേർജസ് ടു എ ലിമിറ്റ് നോട്ട് ഈക്വൽ ടു 1. നമുക്ക് അത് പോസിബിൾ അല്ല. ദിസ് ഈസ് നോട്ട് പോസിബിൾ. സപ്പോസ് ദാറ്റ് സീക്വൻസ് an had infinitely many ones but converges to a not equal to 1. 1 അല്ലാത്ത ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് ഇത് കൺവേർജ് ചെയ്യുമെന്ന് നമ്മൾ അസ്യൂം ചെയ്യാം. Then assume that 1 less than a. 1 less than a, അതായത് എയുടെ വാല്യൂ 1ൽ കൂടുതലാണ്. അപ്പോൾ a-1 എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. അതിനെ ഞാൻ എപ്സിലോൺ ആയിട്ട് സെറ്റ് ചെയ്തു. Let epsilon equal to a-1 greater than 0. Since sequence n converges to a, there exists n belongs to n such that if n greater than or equal to n, then mod an minus a is less than a-1. അപ്പോൾ നമുക്ക് ഡെഫിനിഷൻ അനുസരിച്ച് an converges to a ആവുമ്പോൾ നമുക്കൊരു n-നെ ചൂസ് ചെയ്യാൻ പറ്റും. n greater than or equal to n ആവുമ്പോൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ. അതായത് mod an minus a is less than epsilon ആണ്. എപ്സിലോൺ എന്ന് പറയുന്നത് a-1 ആണ്. This implies in particular that minus a plus 1 less than mod ഇല്ല an minus a. അതായത് നമുക്കറിയാം mod an less than c implies minus c less than an less than c ആണ്. അപ്പോൾ അതിൻ്റെ ലെഫ്റ്റ് രണ്ട് ഇൻഇക്വാളിറ്റീസ് മാത്രമാണ് ഇവിടെ എടുത്തേക്കുന്നത്.
minus a plus 1 less than an minus e. ഇതിനകത്ത് നമുക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റും 1 less than an for all n greater than or equal to capital N. But this means that all but a finite number of ans are strictly greater than 1 is a contradiction. അതുകൊണ്ട് ഇത് contradiction ആയി. അതുകൊണ്ട് നമുക്ക് ഇവിടെ പറയാൻ പറ്റും ഇൻഫിനിറ്റ് നമ്പർ ഓഫ് വൺസ് ഉണ്ട്, പക്ഷേ അത് ലിമിറ്റിലേക്ക് 1 അല്ല എങ്കിൽ അങ്ങനെ ഒരു സീക്വൻസ് ഇല്ല എന്നുള്ളത്. അടുത്തത് a divergent sequence such that for every n belongs to n it is possible to find n consecutive ones somewhere in the sequence. n consecutive ones വരുമോ എന്നാണ് അടുത്തത്. അതിനുവേണ്ടി ഒരു എക്സാമ്പിൾ ആണ് the sequence 1 2 1 1 3 1 1 1 4 1 1 1 1 5 etc. അടുത്ത വരുമ്പോൾ 5 ones വരും, then 6. ഇതിനകത്ത് നമുക്ക് പറയാൻ പറ്റും has n consecutive ones for any n but is unbounded and therefore divergent. ഇങ്ങനെ എപ്പോഴും 1 1 1 1 ഇപ്പോൾ ഇൻഫിനിറ്റിലേക്ക് പോകുമ്പോൾ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് വൺസ് വരും, ദെൻ അടുത്തൊരു നമ്പരും വരും. അപ്പോൾ നമുക്ക് അങ്ങനെ n കോൺസിക്യൂട്ടീവ്സ് നമ്പേഴ്സ് വൺസ് വരും, പക്ഷേ അത് അൺബൗണ്ടഡ് ആയിരിക്കും. നമുക്കറിയാം സെറ്റ് അൺബൗണ്ടഡ് ആയി കഴിഞ്ഞാൽ അത് കൺവേർജ് ചെയ്യത്തില്ല, അത് ഡൈവേർജന്റ് ആയിരിക്കും. ഓക്കെ, താങ്ക് യു.